നമ്മൾ ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ആർക്കറിയാം? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലായോ? പ്രാർത്ഥിച്ചില്ലേലും നമ്മുടെ കാര്യമൊക്കെ ആർക്കറിയാം? പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിക്കണ്ടല്ലോ. പ്രാർത്ഥിക്കാതെ അറിയുന്നൊരു ദൈവം ഉണ്ട്. എല്ലാം പ്രീ പ്ലാൻഡ് അല്ലേ? എല്ലാം ദൈവം നിയമിച്ച് വെച്ചിരിക്കുകയല്ലേ? എല്ലാം നിയമിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിനക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു പ്രാർത്ഥനാ ജീവിതം വേണം. പിടിച്ചു നിൽക്കാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയറിൽ തോറ്റുപോകാതിരിക്കാൻ ഒരു പ്രാർത്ഥനാ ജീവിതം വേണം. പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖം കണ്ടാൽ അറിയാം. പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്തൊരു വലിയ തേജസ്സാണ്. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വെളി വരുന്നവൻ്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കത്തില്ല, വളരെ ഭയങ്കര തേജസ്സായിരിക്കും. കാരണം ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട്. നേരത്തെ ഞാൻ ഊർജത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു മട്ടൻ കറി കഴിക്കുമ്പോൾ, ഒരു ചിക്കൻ ഫ്രൈ, സമയം ശരിയല്ല എങ്കിലും പറയുക, വളരെ ഹൈ എനർജി കിട്ടുന്ന, കലോറി കിട്ടുന്ന ഒരു ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. അതുപോലാണ് നിന്റെ അകത്തെ മനുഷ്യന് പ്രാർത്ഥന അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന ശക്തിയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞ മർമ്മം? 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടൊന്ന് എഴുന്നേറ്റ് നോക്കിയ സ്പിരിച്വൽ ലൈഫ് വേറൊരു തലത്തിലാണ്. പിന്നെ നീ പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കായിരിക്കും, നീ ചെയ്യുന്നത് വിശ്വാസമായിരിക്കും. കാരണം നിനക്കൊരു ഉറപ്പ് കിട്ടുകയാണ്, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ, ദൈവവുമായിട്ട് നിന്നെ ഒന്ന് പ്ലഗ് ചെയ്യാൻ, ദൈവവുമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ. നീ ഒരു പ്രവർത്തനക്ഷമമായ ഒരനുഭവത്തിലേക്ക് നീ വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണം. അത് നിൻ്റെ ബിസിനസ് ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഫാമിലി ലൈഫ് ആയിക്കൊള്ളട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അതെന്തുവാണെങ്കിലും അതിനകത്തൊരു ദൈവിക ശക്തി വ്യാപരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് നിന്നെ പ്ലഗ് ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ദൈവവുമായിട്ട് നമ്മളെ പ്ലഗ് ചെയ്യുന്നത് ദശാംശം കൊടുക്കുന്നതല്ല. ദൈവവുമായിട്ട് നമ്മളെ പ്ലഗ് ചെയ്യുന്നത് ആത്മാവിലുള്ള അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ആരാധനയല്ല. ദൈവവുമായിട്ട് നമ്മളെ പ്ലഗ് ചെയ്യുന്നത് വേദപുസ്തകം 25 പ്രാവശ്യം വായിക്കുന്നതല്ല. ഹലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തിനു വേണ്ടി ചിലവിട്ട് കളയും? ബൈബിൾ വായിക്കാൻ ചിലവിടുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നവരാണ്. യെസ്, ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ബൈബിൾ വായിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോഴാണ്, വേദപുസ്തകം വായിക്കുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനപ്പുറത്ത് ഒരു ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ഫാൻ ഇവിടെ ഉണ്ട്, ഈ ലൈറ്റ് ഇവിടെ ഉണ്ട്, ഇത് കറങ്ങണമെങ്കിൽ, കത്തണമെങ്കിൽ ഇതിനെ ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനാ ജീവിതമാണ് ദൈവം നിന്നെ ഏത് പദ്ധതിക്ക് വേണ്ടി വിളിച്ചോ അത് നിന്നിൽ നടക്കുന്നത് നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്.